കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു, ഭയങ്കര തർക്കമാണ്, ഭയങ്കര പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 5 സീറ്റ് ഒഴിച്ചിട്ട് അത് വേറെ ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടല്ല. ബാക്കി 87 സീറ്റും തീരുമാനമായി. അല്ല 95 മുതലുള്ളത്. അതിൽ ഈ 5 സീറ്റ് ഒഴിച്ച് 90 സീറ്റും തീരുമാനമായി. എന്ത് ചെയ്യണം? 90 സീറ്റിലും തീരുമാനമായി. എത്ര ദിവസം എടുത്ത്? 2 ദിവസം എടുത്ത് ഭംഗിയായിട്ട് തീരുമാനമെടുത്ത്. ഇത് ഏറ്റവും വേഗതയിൽ കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ്. ഒട്ടും വൈകിട്ടില്ല, ഒരു തരത്തിലും വൈകിട്ടില്ല. മനസ്സിലായില്ലേ? 2 ദിവസം ഇത്രയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ എന്താ തെറ്റ്? ഇപ്പോഴും CPM പൂർത്തിയായിട്ടില്ലല്ലോ. ഇനി ഉണ്ടല്ലോ അവരുടെ കുറേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇല്ലേ? അവർക്കും ഇല്ലേ 4 തീരുമാനിക്കുന്നുണ്ട് എന്തെന്നാണ് എൻ്റെ അറിവ്. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, കേരള കോൺഗ്രസിൻ്റെ. അത് നാളെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം. ധനസുബോധ്, പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ തികച്ചും ഒരു ആത്മവിശ്വാസത്തോടു തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. കാര്യം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, കാര്യം ഈ സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കുറച്ചുകൂടി സമയം ലഭിക്കുമായിരുന്നു. അവർ തന്നെ പറയുകയായിരുന്നു ഒരു 15-ാം തീയതിക്ക് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു കണക്കൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 9 ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഇനി ഒരു 5 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇതിനിടയിൽ ഒരു കൃത്യമായ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ കെ സുധാകരൻ അതേപോലെ തന്നെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന MP-മാർ മറ്റൊരു ഭാഗത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കുമ്പോൾ എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു കാര്യങ്ങളാണ് അവർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനിൽകുമാർ, സണ്ണി ജോസഫ്, VD സതീശൻ തുടങ്ങിയവർക്കെല്ലാം അവരെല്ലാം സ്ഥാനാർത്ഥികൾ കൂടിയാണ്. അവർക്ക് മണ്ഡലത്തിൽ പര്യടനം നടത്തേണ്ടതുണ്ട്, വാഹന പര്യടനം നടത്തേണ്ടതുണ്ട്, വീടാന്തരം കയറിറങ്ങി പ്രചരണം നടത്തേണ്ടതുണ്ട്, മറ്റു മണ്ഡലങ്ങളിൽ അവരുടെ സഹപ്രവർത്തകരായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം അവർക്ക് ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ രാവും പകലും എന്ന തരത്തിൽ തന്നെ ഒരു ചർച്ച ചെയ്ത് ഈ ഏകദേശം ഒരു ധാരണയിൽ എത്തിക്കുന്നതിന്റെ ഒരു സന്തോഷത്തോടു കൂടിയാണ് അവർ മടങ്ങിയിരിക്കുന്നത്. പക്ഷെ അവർ പുറമെ പറയുന്നില്ലെങ്കിൽ പോലും ഈ സുധാകരൻ ഉന്നയിക്കുന്ന ഒരു വെല്ലുവിളി ഇത് കണ്ണൂർ ജില്ലയിലെങ്കിലും വലിയ തരത്തിലുള്ള ഒരു തലവേദനയായിരിക്കും കേരളത്തില് കോൺഗ്രസിന് നേരിടാൻ പോകുന്നത്.